നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം 10. ഷഹീന്റെ കല്യാണം. വന്നവരൊക്കെയും മറ്റൊരു കല്യാണ കഥ കേട്ട് അന്താളിപ്പിലാണ്. അല്ലാ, ഒരു പെണ്ണിന്റെ ജീവിതം തുടങ്ങുന്നത് അവള് ദാമ്പത്യത്തിലേക്ക് കടക്കുന്നത് തൊട്ടാണ്. അവൾക്ക് കിട്ടുന്ന ഇണ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും അവളുടെ ജീവിതം. റബ്ബേ, എനിക്കിപ്പോ 18 വയസ്സായി. എന്റെ ജീവിതം ആരുടെ കയ്യിലാവും? പണവും പത്രാസും ഒന്നും ഇല്ലേലും നിന്നെ അനുസരിച്ച് നിന്റെ ഹബീബിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരാളെ എനിക്ക് ഇണയാക്കി തരണേ. ഇതൊക്കെ അവൾ 5 നേരം റബ്ബിന് മുന്നിൽ കൈ ഉയർത്തി പറയുന്നത് തന്നെയാണ്. എനിക്ക് എവിടെയെങ്കിലും തെറ്റ് പറ്റുമ്പോൾ തിരുത്താൻ അറിവുള്ള ഒരാള്, അതാണ് ഹനയുടെ സങ്കല്പത്തിലുള്ള ഇണ. ഇങ്ങനൊക്കെ ചിന്തിക്കുമെങ്കിലും കല്യാണത്തിനൊന്നും അവൾക്ക് ഇപ്പൊ താല്പര്യമില്ല. പഠിക്കണം, നല്ല ഇസ്ലാമിക രീതിയിലുള്ള കാര്യങ്ങൾ പഠിക്കണം. കല്യാണമൊക്കെ കുറച്ച് കഴിഞ്ഞ് മതി. ഇതായിരുന്നു അവളുടെ തീരുമാനം. ആശി, നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് എന്താ കാര്യം? മജീദാപ്പ പിന്നെ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയും അങ്ങോട്ട് പോയി ചോദിക്കാന് എനിക്ക് വയ്യ. എന്താ വിചാരിക്ക? എത്ര കല്യാണക്കാരും മറ്റും അനക്ക് വരുന്നുണ്ട്. അവരെയൊക്കെ മജീദാപ്പ മടക്കി വിടാറാണ്. അല്ലെങ്കിലും നീ എന്ന് ആലോചിച്ചു നോക്ക്. ഹനയേക്കാൾ മൂത്തതല്ലേ ഷഹനയും ഷംനയും നീയയും ആമിനയും ഒക്കെ. എന്നിട്ട് അവരൊക്കെ എപ്പോഴും പഠിക്കുന്നവരാണ്. അവരെക്കാൾ എത്രയോ ചെറുതാണ് ഹന. 18 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ. ചെറിയ കുട്ടിയല്ലേ. നിനക്കോ 27 തികഞ്ഞു. അല്ല, നീ എന്ത് കണ്ടിട്ടാ ഹനയെ വേണമെന്ന് പറയുന്നത്? അവൾക്ക് നിന്നെ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഉമ്മ, കല്യാണം കഴിഞ്ഞാലും അവൾക്ക് പഠിക്കാലോ. പിന്നെ 18 വയസ്സ് എന്നത് അത്ര ചെറുപ്പൊന്നുമല്ല. മൂത്തവരൊക്കെ കല്യാണം കഴിക്കാതെ ഇവിടെ ഉള്ളപ്പോ നിങ്ങൾക്ക് തോന്നുന്നതാ അവൾ ചെറുതാണെന്ന്. ഒരു പെണ്ണിന് സമ്മതം ഉണ്ടെങ്കിൽ പ്രായപൂർത്തിയായാല് അനുയോജ്യമായ ഒരു ഇണയെ കണ്ടെത്തി കൊടുക്കല് മാതാപിതാക്കളെ കടമയാണ്. എന്തായാലും എല്ലാരും കൂടി തീരുമാനിക്ക്. ആശയുടെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഹനയായിരിക്കും. തറപ്പിച്ച് പറഞ്ഞ അവന്റെ മുന്നിൽ ആ ഉമ്മാക്ക് മറ്റൊന്നും പറയാനില്ലായിരുന്നു. സുമി, നീ എപ്പോഴും പറയാറില്ലേ ആശയെ പോലെ ഒരാളെ ഹനക്ക് ഇണയായി കിട്ടണമെന്ന്? ആശി തന്നെ ആവുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ. ഇക്ക, ആശയ്ക്ക് ഇങ്ങനൊരു ഇഷ്ടമുണ്ടെന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം. എന്നാലും ഇപ്പൊ തന്നെ അനുവിനെ കല്യാണം കഴിപ്പിച്ച് വിടാന്ന് പറഞ്ഞ അതൊന്ന് ചിന്തിക്കാൻ കഴിയാതെ അതിനെ സുമി ഞാനും ആലോചിക്കുന്നേ. ആശയുമായുള്ള ബന്ധം നാഥൻ തന്നൊരു അനുഗ്രഹം തന്നെയാണ്. എന്നാലും നമ്മൾ അനു കല്യാണം കഴിക്കാനൊക്കെ വളർന്നു അല്ലേ? എത്ര പെട്ടെന്നാ അവള് വലുതായത്. എനിക്ക് എന്തായാലും ഇപ്പോ അവളെ കല്യാണം കഴിപ്പിച്ചു വിടാൻ കഴിയില്ല. അവള് പഠിക്കട്ടെ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തീരുമാനിക്കാം കല്യാണത്തിനെ കുറിച്ചൊക്കെ. എന്നാലും ആശ വിടുമെന്ന് തോന്നില്ല. അവനക്ക് ഇപ്പൊ തന്നെ നടത്തണമെന്ന വാശിയിലാണ്. ഇക്ക, ഞാൻ അനുവിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. എന്തായാലും എല്ലാം അവളെ ഇഷ്ടം പോലെ ആക്കാം. ആന വല്ലാത്തൊരവസ്ഥയിലാണ്. ആരൊക്കെയോ പറയുന്നത് കേൾക്കുന്നു. ആശിക്കാക്ക് എന്നെ ഇഷ്ടമാണെന്ന്, കല്യാണം കഴിക്കണമെന്ന്. അവരെ എന്നോ പണ്ട് കാലത്ത് കണ്ടതാ, ഓർമ്മ പോലില്ല എനിക്ക്. പിന്നെ എങ്ങനെ ഇഷ്ടായി? ഇപ്പൊ തന്നെ കല്യാണം. എന്നിട്ട് ഈ വീട്ടിൽ നിന്നും ഞാൻ മറ്റൊരു വീട്ടിലേക്ക്. അല്ലാ, ഓർക്കാൻ വയ്യ. എന്തായാലും എന്റെ സമ്മതമില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. കല്യാണം ഒന്നും ഇപ്പൊ വേണ്ട. എന്റെ ഉമ്മാന്റെ കൂടെ കുറച്ചു കാലം ഇവിടെ തന്നെ നിൽക്കണം. എന്റെ ഇക്കാക്കമാര്, ഉപ്പ, അവരുള്ള വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ എനിക്ക് പോവാൻ കഴിയില്ല. ഞാനില്ലെങ്കിൽ ഈ വീട് പിന്നെ എങ്ങനെ ആവും? എന്റെ ഉമ്മാക്ക് ആരുണ്ടാവും? ഓർത്തപ്പോ തന്നെ ഹനയുടെ കണ്ണ് നിറഞ്ഞു. ഹനു മോളെ, അവരൊക്കെ പറയണത് കേട്ടില്ലേ? നാജിയാനിന്റെ മൂത്ത മോനില്ലേ ആശി, ഓനക്ക് നിന്നെ ഇഷ്ടാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുന്നു. എന്തായാലും എല്ലാവരും നീ എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യാമെന്ന തീരുമാനത്തിലാണ്. എല്ലാവരും പറയുന്ന കേട്ട് ആശയെ കുറിച്ച് ഏകദേശമൊക്കെ എനക്കറിയാം. ഉമ്മ, ആശയെ പോലെ ഒരാളെ എനിക്ക് കിട്ടുന്നതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. എന്നാലും ഉമ്മ, ഇപ്പൊ തന്നെ കല്യാണവും ഞാൻ എവിടുന്ന് പോയാല്? അനയുടെ മനസ്സ് ഉമ്മാക്ക് മനസ്സിലായി. സുമി ആനയെ ചേർത്ത് പിടിച്ചു. വേണ്ട ഉമ്മ, കല്യാണമൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി. എല്ലാവരും ഹാളിലിരുന്ന് കാര്യമായിട്ട് എന്തൊക്കെയാ സംസാരത്തിലാണ്. മക്കളും പെങ്ങന്മാരും അളിയന്മാരൊക്കെ ഉണ്ട്. അതിനിടയിലേക്ക്
ആശി വളരെ ഗൗരവത്തിൽ വരുന്നത്. മജിയാപ്പ, അനക്ക് കല്യാണം ഇപ്പൊ വേണ്ട എന്നല്ല പറഞ്ഞത്, അല്ലാതെ ഞാനുമായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് എന്തായാലും അവളോടൊന്ന് സംസാരിക്കണം. അതിന് തെറ്റൊന്നുമില്ലല്ലോ. സംസാരിച്ചിട്ട് അവൾക്ക് സമ്മതാണെങ്കിൽ മതി കല്യാണൊക്കെ. ഞാൻ അവളെ എന്നെയും കണ്ടിട്ടില്ല. ആദ്യം പരസ്പരം ഒന്ന് കാണുക എന്നത് ഇതിൽ പറഞ്ഞ കാര്യം തന്നെയല്ലേ. ആശയുടെ തറപ്പിച്ചുള്ള സംസാരത്തിന് മുന്നിൽ ആരെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അവനൊന്ന് സംസാരിക്കട്ടെ. ഹനയെ ഒരുപാട് നിർബന്ധിച്ചാണ് സുമി ആ റൂമിലേക്ക് പറഞ്ഞു വിട്ടത്. ഹനയെ കണ്ടതും കസേരയിൽ ഇരിക്കുന്ന ആശി ഒന്ന് എണീറ്റ് നിന്നു. ഹന തല പൊക്കിയതേയില്ല. ആശി ഒരു കസാര എടുത്ത് നീക്കിയിട്ട് അവളോട് അതിലിരിക്കാൻ പറഞ്ഞു. വേണ്ടെന്ന് അവൾ തലയാട്ടി. ഹനു, ഈ ഒരു അവസ്ഥയിൽ സംസാരിക്കാനുള്ള അവസരം റബ്ബ് നമുക്ക് അനുവദിച്ചു തന്നെയാണ്. നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല. നിനക്ക് താല്പര്യമാണെങ്കിൽ മാത്രം മതി. എന്റെ കഥയെല്ലാം നീ അറിഞ്ഞില്ലേ? 10 വർഷമായി ഇങ്ങനൊരാഗ്രഹം കൊണ്ട് നടക്കുന്നു. ഇനിയും വൈകിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോ കല്യാണം കുറച്ച് കാലത്തേക്ക് നീട്ടിവെച്ചാലും ആ സമയം വരെ നിന്റെ ഉള്ളിൽ ഞാനും എന്റെ ഉള്ളിൽ നീയും ഉണ്ടാവും. ഹറാമായ ചിന്തകൾക്ക് കാരണമാകും. നിക്കാഹ് കഴിയുന്നത് വരെ നമ്മൾ തമ്മിൽ അന്യർ തന്നെയല്ലേ. നിനക്ക് തീരുമാനിക്കാം കല്യാണം ഇപ്പൊ വേണോ വേണ്ടേ എന്ന്. വളരെ പക്കമാർന്ന സംസാരം. ഹനക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഹനു, നീ ആദ്യം എന്നെ ഒന്ന് നോക്ക്. തലയൊന്ന് പൊക്കിയാല് മുഖമൊന്ന് കാണാമായിരുന്നു. ആശി ചിരിച്ചു. ആദ്യമായിട്ടാ ഒരാണിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതിന്റെ ബേജാറും പേടിയും അതുണ്ട്. അനമെല്ലെ ഒന്ന് തലപൊക്കി. ആശയെ ഇപ്പോഴാണ് അവൾ കാണുന്നത്. ഒരു ഷർട്ടും നിര്യാണിക്ക് മേൽ മടക്കി വെച്ച പാന്റും, തലയിൽ എല്ലായിടത്തും ഒരുപോലെ ഇടതൂർന്ന മുടിയും താടിയും ഒക്കെ ആയി കാണാന് നല്ല മൊഞ്ചുള്ള ചെക്കന്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അവള് തല താഴ്ത്തി. ആശി ഏതോ ഒരു ലോകത്ത്. അനയുടെ ആ മുഖമൊന്ന് കണ്ടതും മനസ്സ് വല്ലാതെ കുതിച്ചു. വെളുത്ത് വലിയ തടിയൊന്നുമില്ലാത്ത അത്യാവശ്യം നീളമുള്ള ശരീരപ്രകൃതം. മുൻകൈ കാൽപാദവും മുഖം ഒഴികെ എല്ലാം മറച്ചിരുന്നു. കണ്ടാൽ തന്നെ ആരും മയങ്ങി പോകും. അതുകൊണ്ട് തന്നെയാ ആരും അവളെ കാണാഞ്ഞത്. എന്റെ ഹനു അറിയാതെ മനസ്സിൽ വിളിച്ചു പോയി. അല്ലാ, എന്റെ ചിന്തകളുടെയും മനസ്സിന്റെ നിയന്ത്രണം നിന്നില്ലല്ലോ. പിശാചിനെ തൊട്ട് കാക്കണേ. ആശി ഹൃദയം കൊണ്ട് റബ്ബിനോട് കാവൽ തേടി. എനിക്ക് സമ്മതമാണെന്ന് എങ്ങനെ ഞാൻ പറയുക? അങ്ങനെ പറയാന് എനിക്ക് മടിയാണ്. ഒന്നും പറയണ്ട എന്ന തീരുമാനത്തിലാണ് ഹന. ആ ഹനു, നീ ഒന്നും പറയുന്നില്ല. എന്തായാലും ഉമ്മാനോടും ഉപ്പാനോടൊക്കെ നിനക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറയട്ടെ. ഹനക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഹനു, നീ പെട്ടെന്ന് പറയേ. അധിക സമയം ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഒരു മറുപടി തന്നാല് നിനക്ക് വേഗം പോവാലോ. ഇൻഷാ അല്ലാ. കഥയുടെ ബാക്കി ഭാഗം തുടരും. കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.